പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം മുതൽ ഉസ്താദന്മാരെ നിയമിക്കുമ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൽ ഉസ്താദന്മാരെ വരുമ്പോഴേക്ക് അവിടുത്തെ കമ്മിറ്റി സെക്രട്ടറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട കയ്യിൽ ഈ സോഫ്റ്റ്വെയറിൽ ആ വന്ന ഉസ്താദന്മാരുടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുകയും ഇത് എൻ്റർ ചെയ്തിട്ട് അവസാനം അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോഴേക്ക് ആ മുമ്പ് എവിടെയായിരുന്നോ ജോലി ചെയ്തിരുന്ന അവിടുത്തെ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് പോവുകയും അവിടുത്തെ സെക്രട്ടറിയിൽ നിന്ന് NOC കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതായത് ഉസ്താദിനെ നിയമിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി പോകാൻ വേണ്ടി ഉദ്ദേശിക്കാം. അപ്പോൾ നമുക്ക് അത് സുതാര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഒരു ഉസ്താദന്മാരെ നിയമിക്കുമ്പോൾ 200ഓളം വരുന്ന മദ്രസ കമ്മിറ്റിക്കാർക്കും അവർക്ക് ചിലപ്പോൾ അവിടുത്തെ അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും എല്ലാ ഷോസും ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയാതെ വരികയും ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, അങ്ങനെ തന്നെ പറയാം, ഇത്തരത്തിലുള്ള ഉസ്താദന്മാർ സാധാരണക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. തലയെക്കെട്ട് കെട്ടിയിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്തിട്ട് പ്രത്യേകിച്ചിട്ട് ഒരുപാട് ഉലമാക്കളും ആലിമീങ്ങളും അതുപോലെ തന്നെ നിഷ്കളങ്കരായ ഉസ്താദന്മാരുടെയൊക്കെ ജീവിതത്തിനും അവരുടെ ജോലിയെയും കളങ്കപ്പെടുത്തുന്ന ഒരു സാധാരണക്കാരായ പെണ്ണുങ്ങൾ വരെ പറയാൻ തുടങ്ങി, ഉസ്താദന്മാർ ഇങ്ങനത്തെ പണിയെടുക്കുന്നു എന്ന് പറയാൻ തുടങ്ങി.